ഈയിടെയായിട്ട് നമ്മൾ കുറേയധികം കേട്ടിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബിറ്റ്കോയിൻ. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചൊരു ന്യൂസ് ഇന്ത്യയിൽ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്രിപ്റ്റോ കറൻസി ശരിക്കും ഇന്ത്യയിൽ ബാൻ ചെയ്തു, അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ അവസാനം വരെയും കാണുക. എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ ബാൻ ചെയ്തോ എന്ന്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്തിട്ടില്ല, പക്ഷെ അതിൻ്റെ ഒരു റൂള് കുറച്ച് കാലത്തിനുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. മാർച്ച് 2020 സുപ്രീം കോടതി, ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞു ഗവൺമെൻറ്റിനോട് ഈ ക്രിപ്റ്റോ കറൻസിയുടെ മാറ്റേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു റൂള് ഇറക്കാനായിട്ട്. അതായത് ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂള് ഇറക്കാനായിട്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റിലും ഈ ഒരു ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യുന്ന ഒരു റൂള് കുറച്ച് കാലത്തിനുള്ളിൽ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റസ്റ്റ് ക്രിപ്റ്റോ കറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന നിയമമായിട്ട് ഇത് മാറും. റെഗുലേറ്റ് ചെയ്യില്ല, കംപ്ലീറ്റ്ലി ബാൻ ചെയ്യാണ് ഈ നിയമം വന്നാൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനൊരു നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ, നിങ്ങൾക്കൊക്കെ അറിയുന്ന ബിറ്റ് കോയിനെ ഇന്ത്യയിൽ ബാൻ ആവാണ് ചെയ്യുക. അപ്പോൾ ഈ നിയമം ഇംപ്ലിമെൻറ്റ് ആയി കഴിഞ്ഞാൽ 6 മാസം ടൈം കൊടുക്കും ബിറ്റ് കോയിനിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഈ 6 മാസം ടൈമിനുള്ളിൽ അവരവരുടെ ബിറ്റ് കോയിൻസ് ലിക്വിഡേറ്റ് ചെയ്യണം. അതായത് ബിറ്റ് കോയിൻസ് അവർ കയ്യിൽ നിന്ന് കളയണം. അവരെ വിറ്റ് ക്യാഷ് ആക്കിയിട്ട് ബിറ്റ് കോയിൻസ് ലിക്വിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി അവരത് ലിക്വിഡേറ്റ് ചെയ്യാണ്ട് അവർ കയ്യിൽ തന്നെ അത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 6 മാസത്തെ ഗ്രേസ് പീരീഡ് കഴിഞ്ഞാൽ അതിനെ ഇല്ലീഗലായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. ഈ നിയമത്തിൽ പറയുന്ന വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ പൊസസ് ചെയ്യുന്നത് മാത്രമല്ല ഇല്ലീഗലായിട്ട് കാണുക, ബിറ്റ് കോയിനിൽ ട്രേഡ് ചെയ്യുന്നതും ബിറ്റ് കോയിൻ മൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ബിറ്റ് കോയിനിലെ ട്രേഡിങ്ങും ബിറ്റ് കോയിൻ മൈനിങ്ങും അതുപോലെ തന്നെ ബിറ്റ് കോയിൻ പൊസസ് ചെയ്യുന്നതും ബിറ്റ് കോയിൻ ഇഷ്യൂ ചെയ്യുന്നതും എല്ലാം ഇല്ലീഗലായിട്ടാണ് ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുക. ഇപ്പോഴും കുറേ അധികം ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം മിക്കവാറും ഇംപ്ലിമെൻ്റ് ആവില്ല എന്നാണ്. കാരണം കുറേ അധികം ആൾക്കാർ ഇതിന് എതിരാണ്. പക്ഷേ ഈ നിയമം മിക്കവാറും ഇംപ്ലിമെൻ്റ് ആവാനായിട്ടാണ് സാധ്യത. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മോദി ഗവൺമെൻറ്റിന് പാർലമെൻറ്റിൽ നല്ലൊരു മെജോറിറ്റി ഉണ്ട്. അപ്പോൾ ഈ നിർമ്മല സീതാരാമൻ, അതായത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ വരെ ഈ ബിറ്റ് കോയിൻ ബാൻ ചെയ്യുന്ന റൂളിനോട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BJPയുടെ തന്നെ ഫൈനാൻസ് മിനിസ്റ്ററും ഈ റൂളിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ എന്തായാലും ഈ ഒരു ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ ബാൻ ചെയ്യുന്ന റൂൾ എന്തായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് സാധ്യതകൾ കാണുന്നത്. ഇങ്ങനൊരു നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യ ആയിരിക്കും ലോകത്തിലെ തന്നെ ഫസ്റ്റ് മേജർ കൺട്രി ഈ ബിറ്റ് കോയിനെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ ബാൻ ചെയ്യാനായിട്ട് പോകുന്ന ഫസ്റ്റ് മേജർ കൺട്രി ഇന്ത്യ ആയിരിക്കും. ഈവൻ ചൈന വരെ ബിറ്റ് കോയിൻ്റെ മൈനിങ്ങിനെയും ട്രേഡിങ്ങിനെയും ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ പോലും ബിറ്റ് കോയിൻ്റെ പൊസഷനെ ബാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു റൂള് കൊണ്ടുവന്നാൽ സ്ട്രിക്റ്റസ്റ്റ് ഈ ബിറ്റ് കോയിനും ക്രിപ്റ്റോ കറൻസിക്കെതിരെ ഏറ്റവും സ്ട്രിക്റ്റസ്റ്റ് റൂള് കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് മേജർ കൺട്രി ഇന്ത്യ ആയിട്ട് മാറും. നിങ്ങൾ ബിറ്റ് കോയിൻ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബിറ്റ് കോയിൻ്റെ വാല്യൂ ഭയങ്കര അധികമായിട്ട് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകാർ ഈ ക്രിപ്റ്റോ കറൻസിനെ അല്ലെങ്കിൽ ബിറ്റ് കോയിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഈ ബിറ്റ് കോയിൻ്റെ വാല്യൂ കൂടി വന്നിട്ട് ഓൾമോസ്റ്റ് $50,000 ബിറ്റ് കോയിൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബിറ്റ് കോയിൻ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ $50,000, അതായത് ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ മുടക്കേണ്ടി വരും ഒരു ബിറ്റ് കോയിൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ. ബിറ്റ് കോയിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഇലോൺ മസ്ക് ആണ്. നിങ്ങൾ ടെസ്ല എന്ന് പറഞ്ഞ കമ്പനീനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ടെസ്ല. അതുപോലെ തന്നെ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 കമ്പനിയുടെ CEO ഇലോൺ മസ്ക്, നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അല്ലെങ്കിൽ കാശുകാരനായിട്ടുള്ള ഇലോൺ മസ്ക് വരെ ബിറ്റ് കോയിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൾ പറഞ്ഞു ആളുടെ ടെസ്ല കാറുകൾ മേടിക്കാൻ വരുന്ന ആൾക്കാർ ക്രിപ്റ്റോ കറൻസി വഴി പേ ചെയ്താലും ആൾ ആ മോഡ് ഓഫ് പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കധികം സ്ട്രോങ് ആയിട്ട് ഈ ഇലോൺ മസ്ക് ബിറ്റ് കോയിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേരിൽ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ ബിറ്റ് കോയിൻ $50,000 വരെ ബിറ്റ് കോയിൻ്റെ വാല്യൂ എത്തിയൊരു പോയിന്റ് ഉണ്ട്. ഇനി ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ഇങ്ങനെ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ക്രിപ്റ്റോ കറൻസിയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 2020 ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ ഭയങ്കര അധികം ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്.
അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൽ ഒരു മിക്ക പോർഷൻ ഓഫ് ആൾക്കാരും ഇപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോ കറൻസിനെ ബാൻ ചെയ്യുന്ന റൂള് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല എന്നാണ്. അവർ വിചാരിക്കുന്നത് ഈ ഒരു റൂള് പാർലമെൻറ്റിൽ പാസ്സാവാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നാണ് അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ റൂള് മിക്കവാറും ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ആവും. ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ബിറ്റ്കോയിനെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ ബാൻ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബിറ്റ്കോയിൻ മിക്കവാറും ഇന്ത്യയിൽ ബാൻ ചെയ്യും. ഈ ഒരു ലോ എനാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഓൾട്ടർനേറ്റ് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മണി സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിപ്റ്റോ കറൻസി നിലവിലുള്ള ബിറ്റ്കോയിനൊക്കെ ആ ഒരു ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ വൈഡ്ലി യൂസ്ഡ് ആയി കഴിഞ്ഞാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വല്ല റീസണൊന്നും എനിക്കറിയില്ല, ഞാനല്ല അതിൽ എക്സ്പേർട്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാരണം ഇതാണ്, ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ ഇന്ത്യയിൽ വൈഡ്ലി യൂസ്ഡ് ആയി കഴിഞ്ഞാലും ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ അത് ബാധിക്കും എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ അതിനെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ ഈ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസീനെ ബാൻ ചെയ്തിട്ട് അതിന് പകരം ഇന്ത്യയുടെ സ്വന്തം ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മണീനെയൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ റീസണൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറയേണ്ടി വരും, നമുക്ക് അതിനെ ഗസ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നില്ല. ഈ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്തതിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചും ഇതിൻ്റെ ബാനിനെ കുറിച്ചൊക്കെ നിലവിൽ വന്നിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും എന്തെങ്കിലും ഒപ്പീനിയൻസ് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.